ഹായ് എവ്രി വൺ, വെൽക്കം ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ NIOS സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു 10 ക്വസ്റ്റ്യൻസ്, ഓക്കെ, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ സൂപ്പർ 30 പ്രഡിക്ഷൻ്റെ അടുത്തൊരു സെഷനിലേക്ക് ഞാൻ നിങ്ങൾ എല്ലാവരും വെൽക്കം ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 10 റാൻഡം ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുള്ള, നിങ്ങൾക്ക് എപ്പോഴും റിപ്പീറ്റ് അടിച്ച് വരുന്ന സെഷനിൽ വരുന്ന കുറച്ച് ആകെ ഒരു ജസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എല്ലാവരും എന്തായാലും പ്രീവിയസ് ഇയറും ഒക്കെ റെഫർ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഫോളോയിങ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഓക്കെ, താഴെ പറയുന്ന ഉപ അറ്റോമിക് കണികകളെ തിരിച്ചറിയുക. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ ഉള്ളത്? ഒരു ആറ്റത്തിന്റെ അകത്തുള്ളത് ആരൊക്കെയാണ്? പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. ആകെ 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് നമുക്ക് ആറ്റത്തിന്റെ അകത്ത് വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് 4 സെന്റൻസസ് കൊടുത്തിട്ടുണ്ട്. അത് ഏത് സബ് അറ്റോമിക് പാർട്ടിക്കിളിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ വായിക്കാം. നമ്പർ ഓഫ് ദീസ് ഇൻ ദ ന്യൂക്ലിയസ് ഇസ് ഈക്വൽ ടു ദ അറ്റോമിക് നമ്പർ. ഓക്കെ, അറ്റോമിക് നമ്പറിന് അഥവാ അറ്റോമിക സംഖ്യക്ക് തുല്യമാണ് ഈ ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിളിന്റെ എണ്ണം. അങ്ങനെയുള്ളത് ആരാണ്? നമുക്കറിയാം അല്ലെ. അറ്റോമിക് നമ്പർ നമ്മൾ പറയും എന്ത് വെച്ചിട്ടാ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് വെച്ചിട്ടാണ്, അഥവാ പ്രോട്ടോണുകളുടെ എണ്ണത്തിന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയാ? അറ്റോമിക് നമ്പർ പറയാം. അപ്പൊ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ എന്താ? പ്രോട്ടോൺസ് ആണ്. സെക്കൻഡ് വൺ നോക്കാം. ദ പാർട്ടിക്കിൾ ദാറ്റ് ഇസ് നോട്ട് ഫൗണ്ട് ഇൻ ന്യൂക്ലിയസ്. ഒരു ആറ്റത്തിന്റെ ആ ഒരു എന്താ പറയുക സ്ട്രക്ചർ നമ്മൾ അറ്റോമിക് സ്ട്രക്ചർ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആറ്റത്തിന്റെ അകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന്റെ അകത്ത് ആരൊക്കെ ഉണ്ട്? പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ഇതിന്റെ ചുറ്റും, ഈ ഒരു ന്യൂക്ലിയസിന്റെ ചുറ്റും നമുക്ക് ഇലക്ട്രോൺസ് ഇങ്ങനെ നമ്മൾ സൂര്യന്റെ ചുറ്റും എങ്ങനെയാണോ നമ്മുടെ പ്ലാനറ്റ്സ് കറങ്ങുന്നത് അതേപോലെ റിവോൾവ് ചെയ്യാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസിന്റെ അകത്ത് കാണപ്പെടാത്ത സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആരാണ്? ഇലക്ട്രോൺസ് ആണ് അതിന്റെ ആൻസർ വരാം. So moving on to next question. The particle that has no electrical charge. Direct question ആണ്. ഇലക്ട്രിക്കൽ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾ ഏതാണ്? അതിന് ആൻസർ വരുന്നത് ന്യൂട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജ് ആണ്, പ്രോട്ടോൺസ് പോസിറ്റീവ് ചാർജ് ആണ്. ചാർജ് ഇല്ലാത്ത ഒരേ ഒരു സബ് അറ്റോമിക് പാർട്ടിക്കിളേ ഉള്ളൂ, അത് ന്യൂട്രോൺസ് ആണ്. ഓക്കെ, the particle that has much lower mass than other subatomic particle. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് സ്പെഷ്യൽ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയുള്ള സബatomic പാർട്ടിക്കിൾസിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മാസ് കുറഞ്ഞത് ഏതിനാണ് ക്വസ്റ്റ്യൻ. അത് നമ്മുടെ ആൻസർ വരുന്നത് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് ആണ് ഏറ്റവും കൂടുതൽ മാസ് കുറഞ്ഞിട്ടുള്ള സബatomic പാർട്ടിക്കിൾ. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Identify the nature of the following aqueous solution: acidic, basic or neutral. Acidic ആണോ basic ആണോ ന്യൂട്രൽ ആണോ എന്ന് തിരിച്ചറിയണം. ഫസ്റ്റ് ആണ് സൊല്യൂഷൻ എ. H+ന്റെ കോൺസെൻട്രേഷൻ OH- നെക്കാളും കുറവാണ്. OH- കോൺസെൻട്രേഷൻ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ബേസിക് ആയിരിക്കും. ഓക്കെ, ബേസിക് ആയിരിക്കും. നെക്സ്റ്റ് വൺ സൊല്യൂഷൻ ബി. H+ greater than OH-. H+ന്റെ കോൺസെൻട്രേഷൻ OH- നെക്കാളും കൂടുതലാവുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാലേ, പ്രോട്ടോണിന്റെ ആ ഒരു അളവ് കൂടുക എന്ന് പറഞ്ഞാൽ ആ ഒരു സൊല്യൂഷൻ അസിഡിക് നേച്ചർ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, അസിഡിക് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ് ആണ് സൊല്യൂഷൻ സി. എന്താണ്? അസിഡിക്, അതായത് H+ന്റെ കോൺസെൻട്രേഷനും OH- കോൺസെൻട്രേഷനും സെയിം ആണ്, അല്ലെങ്കിൽ ഈക്വൽ ആണ്. അങ്ങനെ ഒരേപോലെ വരുന്ന കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഒരു കൂടെ ജസ്റ്റ് മിസ് ഒന്ന് വെറുതെ ഒരൊറ്റ പോയിന്റ് ആഡ് ചെയ്യാണ്. നമ്മൾ pHന്റെ ബേസിസിൽ pH 7 കുറവാണെങ്കിൽ അസിഡിക് ആയിരിക്കും. pH 7 കൂടുതലാണെന്നുണ്ടെങ്കിലോ ബേസിക് ആയിരിക്കും. അതേപോലെ തന്നെ pH 7 ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ pHന്റെ ബേസിസിലും നമുക്ക് ഇത് പറയാൻ പറ്റും. നെക്സ്റ്റ് ആണ് നോക്കാം. ലെമൺ ജ്യൂസ് കണ്ടെയ്ൻസ്. താഴെ നമുക്ക് 4 ആസിഡ്സിന്റെ നെയിം കൊടുത്തിട്ടുണ്ട്. ടാറ്റാറിക് ആസിഡ്, എസ്കോർബിക് ആസിഡ്, അസിറ്റിക് ആസിഡ് ആൻഡ് ലാക്ടിക് ആസിഡ്. ഇതിൽ ഏത് ആസിഡ് ആണ് ലെമൺ ജ്യൂസിൽ ഉള്ളത്? അഥവാ എന്തിലാണ്? നാരങ്ങ ജ്യൂസ് അല്ലെ, നാരങ്ങ കൊണ്ടുള്ള. അപ്പൊ നമുക്കറിയാം ഈ ഒരു നാരങ്ങ യൂഷ്വലി നമ്മൾ ഓറഞ്ച് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ പ്രസന്റ് ആയിട്ടുള്ള ആസിഡ് അത് ലെമണിലും പ്രസന്റ് ആണ്. സിട്രിക് ആസിഡ് എന്ന് നമ്മൾ പറയും. പക്ഷെ നമുക്ക് ഇവിടെ തന്ന ഓപ്ഷൻസ് സിട്രിക് ആസിഡ് ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഇതിലുള്ളത് ഏതോ ഒന്നാണ് ഉള്ളത്. ഇതിന്റെ ആൻസർ വരുന്നത് എസ്കോർബിക്
ആസിഡ് ആണ്. എസ്കോർബിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിക്ക് പറയുന്ന വേറൊരു പേരാണ് എസ്കോർബിക് ആസിഡ്. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ രണ്ടാമതൊരു പുതിയ കാര്യം പഠിക്കുകയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ. എന്താ പഠിച്ചത്? എസ്കോർബിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി തന്നെയാണ്. അതേപോലെ തന്നെ ലെമൺ ജ്യൂസിൽ കാണപ്പെടുന്ന വേറൊരു ആസിഡും കൂടെ ഉണ്ട്, അതിന്റെ പേരാണ് സിട്രിക് ആസിഡ്. ഈ സിട്രിക് ആസിഡ് നമ്മൾ ഈ നാരങ്ങ വിഭാഗത്തിൽ പെട്ട എല്ലാത്തിലും കാണപ്പെടുന്ന ഒരു ആസിഡാണ് സിട്രിക് ആസിഡ്. Okay, fourth question. Which of the following is not a strong acid? ഇതിൽ ഈ തന്നിരിക്കുന്നതിൽ സ്ട്രോങ് ആസിഡ് അല്ലാത്തത് ഏത്? ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ, ഏതാണെന്നുള്ളത്. HCl, HBr, HI and HF. നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് HF ആണ്. അപ്പൊ എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചതെന്ന് അറിയാം? നമുക്കറിയാം അസിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എത്ര പെട്ടെന്ന് നമുക്ക് H+ റിലീസ് ചെയ്യാൻ പറ്റുന്നോ അതാണ് അസിഡിറ്റി, അല്ലെ? അപ്പൊ ഈ തന്ന കോമ്പൗണ്ട്സിൽ ഏറ്റവും കൂടുതൽ അസിഡിറ്റി കൂടുതലുള്ളത് ആർക്കാണ്? നമ്മുടെ HI ആണ്. എന്തുകൊണ്ടാണ് HIക്ക് കൂടുന്നത് എന്നറിയോ? നമ്മുടെ അയഡിൻ, അല്ലെ? അയഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ആറ്റമാണ്. അയഡിന്റെ അറ്റോമിക് നമ്പർ വലിയൊരു അറ്റോമിക് നമ്പർ ആണ്. അതിൽ നമ്പർ ഓഫ് ഷെൽസ് കൂടുതലാണ്. നമ്പർ ഓഫ് ഷെൽസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ നടുവിലുള്ള ന്യൂക്ലിയസിന് ഏറ്റവും അറ്റത്തുള്ള ഇലക്ട്രോണിന്റെ മുകളിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് നമുക്ക് കുറവായിരിക്കും. അപ്പൊ ഈ ഒരു ആറ്റത്തിന്റെ സൈസ് അഥവാ ആറ്റത്തിന്റെ വലിപ്പം കൂടും തോറും എന്താവും? ഈ ഒരു എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും അഥവാ അസിഡിറ്റി കൂടും. ഇവിടെ ചോദിച്ചത് എന്താ? വിച്ച് ഇസ് നോട്ട് എ സ്ട്രോങ് ആസിഡ്. ഇതിൽ ഏതാണ് സ്ട്രോങ് ആസിഡ് അല്ലാത്തത്? അതായത് പെട്ടെന്ന് H+ റിലീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കാത്തത് ഏതാണ്? നിങ്ങൾ ക്വസ്റ്റ്യൻ സ്പെഷ്യൽ ആയിട്ട് തന്നെ ശ്രദ്ധിക്കണം. അതിൽ ഇല്ലാതെ ഇപ്പൊ നേരെ തിരിച്ചാണെങ്കിലോ, ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരും? HI വരും. ഇവിടെ നോട്ട് എ സ്ട്രോങ് ആസിഡ്, സ്ട്രോങ് ആസിഡ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. നമ്മുടെ ആൻസർ എന്ത് വരും? അതുകൊണ്ട് HF ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Among these, which property does not belong to electromagnet? ഇലക്ട്രോമാഗ്നറ്റിന്റെ സ്വഭാവം അല്ലാത്തത് ഏത്? ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് it is a permanent magnet. Its magnetic strength cannot be decreased or increased. Polarity can be removed by reversing the flow of electric current and it produce strong magnetic field. അതായത് അതൊരു സ്ഥിരമായ കാന്തമാണ്. അതിന്റെ കാന്തിക ശക്തി കുറയ്ക്കാനോ വർദ്ധിപ്പിക്കാനോ സാധിക്കില്ല. വൈദ്യുത പ്രവാഹത്തിന് വിപരീത പ്രവാഹം വഴി അതിന്റെ ധ്രുവീകരണം നീക്കം ചെയ്യും. ഇത് ശക്തമായ കാന്തിക ക്ഷേത്രം സൃഷ്ടിക്കുന്നു. ഇതിലെ കറക്റ്റ് ആൻസർ ഇറ്റ് ഈസ് a permanent magnet ആണ്. It is not a permanent magnet. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? It is a permanent magnet. Okay. നെക്സ്റ്റ് ആണ് റിക്കറ്റ്സ് ഇസ് കോസ്ഡ് ഡ്യൂ ടു ദി ഡെഫിഷ്യൻസി ഓഫ്. നിങ്ങൾ പഠിച്ചു വെക്കണുണ്ടോ? നിങ്ങൾക്ക് ഒരു സെഷൻ തന്നെ വരുന്നുണ്ട്, നമ്മൾ ഓരോ അസുഖങ്ങളെ പറ്റി പഠിക്കുന്ന. അപ്പൊ ആ ഒരു എന്തൊക്കെ ഓരോ അസുഖങ്ങളും എന്തിന്റെ അഭാവം മൂലമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു വെക്കണം. ഇവിടെ ചോദിച്ചത് റിക്കറ്റുകൾ ഉണ്ടാകുന്നത് എന്തിന്റെ അഭാവത്തിലാണെന്നാണ്. അയൺ ആണോ, വൈറ്റമിൻ ഡി ആണോ, പ്രോട്ടീൻസ് ആണോ, കാർബോഹൈഡ്രേറ്റ്സ് ആണോ എന്നാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. നമുക്ക് എളുപ്പവഴിയൊന്നും പറയാനില്ല. റിക്കറ്റ്സ് ഇസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി. ഓക്കെ. നെക്സ്റ്റ് ആണ് two neurons are connected to each other through. ന്യൂറോൺസിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? ന്യൂറോൺസ് എന്താണ്, ന്യൂറോൺസിന്റെ പാർട്സ് എന്തൊക്കെയാന്നൊക്കെ. രണ്ട് ന്യൂറോൺസ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്ത് വഴിയാണെന്നാണ് ചോദിക്കുന്നത്. Their axons, their dendrites of the first neuron and dendrites of the second. സിനാപ്സ്. ഇതിൽ ആൻസർ വരുന്നത് സിനാപ്സ് ആണ്. സിനാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ന്യൂറോൺസ് തമ്മിൽ ഇടയിൽ വരുന്ന ഒരു കുഞ്ഞു ഗ്യാപ്പിനാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. ഈ സിനാപ്സ് ത്രൂ ആണ് ഇവര് തമ്മിൽ എന്ത് ചെയ്യുന്നത്? മെസ്സേജസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ? അപ്പൊ ആൻസർ വരുന്നത് സിനാപ്സ് ആണ്. Okay, next, which part of our brain helps in maintaining the balance of our body? നമ്മുടെ ബ്രെയിനിന്റെ ഡിഫറെന്റ് പാർട്സിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഓരോ പാർട്ടിന്റെയും എന്താണ് അതിന്റെ റോൾ എന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇവിടെ ഇപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ബാലൻസ് എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. സെറിബെല്ലം ആണ് അതിന് ആൻസർ വരുന്നത്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സെറിബെല്ലം ആണ് നമ്മുടെ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, which statement is true for genes? ഈ ജീൻസ് ഉണ്ടതിൽ ജീൻസ് എന്ന് പറഞ്ഞ ആ ഒരു വേർഡിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെങ്കിൽ ട്രൂ ശരിയായത് ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ജീൻസ് ആർ ഇമാജിനറി ഫാക്ടേഴ്സ്. ജീനുകൾ സാങ്കല്പിക ഘടകങ്ങളാണ്. ജീൻസ് ആർ ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA. ജീനുകൾ DNA-യുടെ ശകലങ്ങളാണ്. ജീൻസ് ആർ പ്രസന്റ് ഇൻ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിലാണ് ജീൻസ് ഉള്ളത്. ജീൻസ് ആർ നോട്ട് ഇൻഹെറിറ്റഡ്. ജീൻസ് എന്തല്ല? ഇൻഹെറിറ്റഡ് അല്ല, അഥവാ നമ്മൾ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്നതല്ല. ഈ ഒരു ഓപ്ഷൻസ് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ ആകെ കറക്റ്റ് ആയിട്ട് ഒറ്റൊന്നേ ഉള്ളൂ. ഏതാണ്? ജീൻസ് ആർ ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA. ജീൻസ് എന്ന് പറയുന്നത് DNA-ന്റെ ഭാഗമാണ്. ഓക്കെ.
നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് ഇസ് നോട്ട് യൂസ്ഡ് ഇൻ മേക്കിംഗ് സെൽ ഓർ ബാറ്ററി? സെൽ അല്ലെങ്കിൽ ബാറ്ററി ഉണ്ടാക്കാൻ ഈ ഒരു താഴെ തന്നവയിൽ ഏതാണ് ഉപയോഗിക്കാത്തത് എന്നാണ്. ഓപ്ഷൻസ് വരുന്നത് സിങ്ക്, ലെഡ്, മെർക്കുറി ആൻഡ് സോഡിയം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ എലമെന്റ്സിന്റെയും നെയിം പഠിച്ചു വെക്കണം കേട്ടോ. ഇതേപോലെ സിമ്പിൾസ് തരികയാണെന്നുണ്ടെങ്കിൽ അത് ഏത് എലമെന്റ്സ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു വെക്കുക. അപ്പൊ ഇതിൽ നമുക്ക് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ മെർക്കുറി ആണ്, അഥവാ Hg. മെർക്കുറി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ലിക്വിഡ് മെറ്റൽ ആണ് അല്ലെ, ലിക്വിഡ് ഫോമിലുള്ള ഒരേ ഒരു മെറ്റൽ മെർക്കുറി മാത്രമേ ഉള്ളൂ. അപ്പൊ മെർക്കുറി ഒരിക്കലും നമ്മൾ ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യൂല. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എല്ലാവരും എക്സാമിനൊക്കെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.